ഈ മീൻ പപ്പാസ് കറി നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആയതിന്. അപ്പൊ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളകും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. ഇനി എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ മീനെല്ലാം ഇട്ട് തിരിച്ചു മറിച്ചു ഇട്ട് വറുത്തെടുക്കാം. ഇനി ആ പാനിൽ തന്നെ കുറച്ച് സാബുത് ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലിച്ചിരി ഏറെ ഉള്ളിയും പച്ചമുളകും ചതച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കറി ലീവ്സും കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നവരെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ 2 തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും എന്നിട്ട് ഇത് നല്ല രീതിയിൽ വേവിച്ച് വഴറ്റിയെടുക്കണം. ഇനി മസാലയുടെ ടേൺ. അതിന് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആദ്യം അരമുറി തേങ്ങ അരച്ച് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ റെഡിയാക്കി മിക്സ് ചെയ്ത് മീനെല്ലാം ഇട്ട് കൊടുക്കാം. തിളയൊന്നും വരേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇനി തീ ഓഫ് ചെയ്ത് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ആഡംബരത്തിന് തക്കാളിയുടെയും പച്ചമുളകിന്റെയും സ്ലൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഐറ്റംസ് എല്ലാം ഒന്ന് കടു തളിച്ച് വെച്ചാൽ നല്ല അടിപൊളി മീൻ പപ്പാസ്.